നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം 1. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണി, അല്ലെങ്കിൽ മലയാളത്തിൽ ആണിപ്പുറ്റ്. പിന്നെ അടുത്തത് അരുമ്പാറ, അതിന് വാട്സ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്, അരുമ്പാറ. അപ്പോൾ ഈ അരുമ്പാറയ്ക്കും ആണിപ്പുറ്റിനും സാധാരണഗതി മരുന്നില്ലെന്നാണ് ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നുണ്ട്. ഈ ആണിപ്പുറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കാരണവശാലും നമുക്ക് നടക്കാൻ പറ്റില്ല, വലിയ പാടാണ്. ആണി രോഗമുള്ള രോഗികൾ നടക്കുന്നത് കണ്ടിട്ടില്ല, അവർക്ക് വലിയ പാടാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടൊരു ബാൻഡേജൊക്കെ ഉണ്ടാക്കി, പിന്നെ സോഫ്റ്റായിട്ടുള്ളത് കുറേ കൂടെ അവർക്ക് ബെയർ ഫുഡായിട്ട് ഒരിക്കലും നടക്കാൻ പറ്റില്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അരുമ്പാറ, ചില ആളുടെ ശരീരം മുഴുക്കെ അരുമ്പാറ നമുക്ക് കാണാം. അപ്പോൾ ഈ അരുമ്പാറയും ആണിപ്പുറ്റിനും എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുകൊണ്ട് സഫർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അരുമ്പാറ പിന്നെ ഒരു ഹാംലെസ് നമുക്ക് പറയാം, മറ്റേ നമുക്ക് നടക്കത്തില്ല. കാര്യം 2 കാലിലും വരും മിക്കവാറും, ബൈലാറ്ററാണ്. അപ്പോൾ അതിൽ ഈ നമ്മുടെ സകല ബോഡിയുടെ വെയിറ്റും താങ്ങുന്നത് ഈ ആംഗിൾ ജോയിൻറ്റ്, താഴത്തെ ഫുഡും കാലുമാണ്. അപ്പോൾ ഈ വെയിറ്റ് ചെല്ലുമ്പോൾ ഈ ആണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണി പോലെ തന്നെ അകത്തോട്ടാണ് ഇത് വളരുന്നത്. അതായത് ആവശ്യമില്ലാത്ത സെല്ലുകൾ ഒരു സ്ഥലത്ത് കൂടി വളരുന്നതാണ് ഈ ആണിയും ഈ അരുമ്പാറയും. അപ്പോൾ ഇതിന് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് വളരെ ചുരുക്കമായിട്ട് സിസ്റ്റം ഉള്ളത്. നമുക്ക് മോഡേൺ മെഡിസിൻ നമുക്ക് ചെയ്യാവുന്നത് ഇതാണ്, ഈ അരുമ്പാറ സർജറി ചെയ്ത് മാറ്റും. അപ്പോൾ അത് ഈ ബ്ലഡ് സർക്കുലേഷൻ ഉള്ളതുകൊണ്ട്, ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ഉള്ളത് ഒന്നും ചെയ്യാനൊക്കത്തില്ല, അതുകൊണ്ട് അതുപോലെ അങ്ങനെ തന്നെ ഇരിക്കും. ബ്ലഡ് സർക്കുലേഷൻ ഉള്ളത് സർജറി ചെയ്ത് നമുക്ക് ചെറിയൊരു സർജറി ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ആണി, അതും നമുക്ക് സർജറി ചെയ്ത് ഒരു പരിധിവരെ ചെയ്യാൻ പറ്റും. പക്ഷേ അത് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് വീണ്ടും ഇത് വളരാതിരിക്കാനാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യം. ഇതിന് മോഡേൺ മെഡിസിനിൽ ഞാനിപ്പോൾ ഇത് പറഞ്ഞു. ഇനി അതുപോലെ ആയുർവേദത്തിൽ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും. പിന്നെ പല വൈദ്യശാസ്ത്രം പഠിച്ചുകൊണ്ടാണ് ഞാൻ പല സിസ്റ്റത്തിനെയും പറയുന്നത്. പിന്നെ ഹോമിയോപ്പതിക് മെഡിസിനും വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിൽ 1-2 മെഡിസിൻ്റെ കാര്യം ഞാൻ പറയാം. പിന്നെ അടുത്തുള്ള ഒരു ഹോമിയോപ്പതിക് ഡോക്ടറെയോ ഇല്ലെന്നുണ്ടെങ്കിൽ ആയുർവേദിക് ഡോക്ടറെയോ പോയി കാണുന്നതായിരിക്കും നല്ലത്. അല്ല നമുക്ക് വേറെ വഴിയില്ലല്ലോ. ആണിക്ക് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും നനച്ച് നല്ല വൃത്തിയായിട്ട് തുടച്ച് നല്ല ക്ലീൻ ചെയ്യണം. അരുമ്പാറയായി കഴിഞ്ഞാൽ ഇതുപോലെയാണ്. പിന്നെ അരുമ്പാറയ്ക്ക് ഒരുപാട് എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടും ഉപയോഗിക്കാം. ഹോമിയോപ്പതിക് മെഡിസിനിൽ അത് ഞാൻ പറയാം, അത് തൂജ എന്ന് പറഞ്ഞൊരു മെഡിസിനുണ്ട്, അത് ടിഞ്ചറാണ്. അത് നമുക്ക് എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടും കഴിച്ചു കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോകുന്നതെന്നാകാം. പിന്നെ അതുപോലെ ആൻറ്റിമോണിയൻ ടാർട്ടാരിക്കോ എന്ന് പറഞ്ഞൊരു മെഡിസിനുണ്ട്, അത് ഹോമിയോപ്പതിയിലുള്ളതാണ്. ഇതുപോലെ തന്നെ ആയുർവേദത്തിന് പല എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റിമോണിയൻ ടാർട്ടാരിക്കം അകത്ത് ഉപയോഗിക്കുക, തൂജ എന്ന് പറയുന്നത് വെളിയിൽ ഉപയോഗിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കംപ്ലീറ്റ് മാറ്റാൻ സാധിക്കും. ഇത് കോമൺ അല്ലെങ്കിൽ തന്നെയും ഒരുപാട് ആളുകൾ ഇതേപ്പറ്റി സഫർ ചെയ്യുന്നുണ്ട്. എൻ്റെ ക്ലിനിക്കിൽ ഇതുവരെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വളരെ കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ലേസർ വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ അതൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്, അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്നതും ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാക്സിമം കഴിച്ചോളുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സപ്ലിമെൻറ്റ്സ് കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം വൈറ്റമിൻ D3, ഇത് 2നും വളരെ എഫക്റ്റീവാണ്. പിന്നെ അത് നമുക്ക് കൂടുതൽ ഇത് ടെസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, വൈറ്റമിൻ D3 നമുക്ക് കുറവുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആർത്രൈറ്റിസ് ഉള്ളവർക്കും വൈറ്റമിൻ D3 വളരെ പ്രധാനമാണ്. ആഴ്ചയിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും കഴിക്കുന്നതും ആഴ്ചയിലൊരിക്കൽ കഴിക്കുന്ന പല പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളുടെ അടുത്ത ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെല്ലാം പറഞ്ഞു തരും.
അതും ഇതിന് വളരെ പ്രധാനമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനെ എക്സ്റ്റേണലായിട്ടൊക്കെ ക്രിയോസോട്ടോ എന്ന് പറഞ്ഞൊരു മെഡിസിനുണ്ട്, ഹോമിയോപ്പതി ക്രിയോസോട്ടം. അത് ടാറിൽ നിന്നെടുക്കുന്ന ഒരു മെഡിസിനാണ്. അത് ഇൻറ്റേർണലായിട്ട് ഉപയോഗിക്കാം, എക്സ്റ്റേണലായിട്ട്. പക്ഷേ അത് വളരെ ഇറിറ്റൻ്റാണ്. അതുകൊണ്ടത് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ അത് കഴിക്കുകയും പുരട്ടുകയും ചെയ്യാവൂ. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ മെയിനായിട്ട് ചെയ്യുന്നത് ആൻജിയോഗ്രാം ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ബൈപ്പാസ് സർജറി ഒഴിവാക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ആൻജിയോഗ്രാം. അപ്പോൾ ഈ ആൻജിയോഗ്രാം എന്ന് 2 വാക്കിൽ പറയാം. ആൻജിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡൈ ആണ് കടത്തിവിടുന്നത്. രക്തക്കുഴലിൽ കൂടെ നമ്മുടെ ആർട്ടറി കൂടെ ഈ ഡൈ കടത്തിവിടും. അപ്പോൾ ഈ ഡൈ പോയിട്ട് എവിടെല്ലാം ബ്ലോക്കുകളുണ്ട് അവിടെല്ലാം ഇത് കാണിക്കും. അപ്പോൾ പിന്നെ തലച്ചോറിൽ വരാം, ചില കിഡ്നി പേഷ്യൻ്റ് വരാം. അതുകൊണ്ട് അവർ ഡോക്ടേഴ്സ് ചോദിച്ചിട്ട് കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് ആൻജിയോഗ്രാം എടുക്കില്ല. അതിൽ തലച്ചോറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആൻജിയോഗ്രാം എടുക്കില്ല. അത് വളരെ റെയറാണ്. എന്നാൽ തന്നെ ഒരു ഡോക്ടർ തന്നെ ഇത് ചെയ്യുന്നത്. അപ്പം ആൻജിയോഗ്രാം ഡൈ ആണ് കടത്തിയത്, ഡേഞ്ചറാണ്. ഉദാഹരണം 100% ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 1, 2, 3 ഉണ്ടെങ്കിൽ ഈ ആൻജിയോഗ്രാം പോയിട്ട് ഡൈ പോയിട്ട് അതിന് ബ്ലോക്ക് കൂട്ടും. അപ്പോൾ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ഡെത്ത് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആൻജിയോഗ്രാം എടുക്കുന്നതിന് മുമ്പ് ഡോക്ടേഴ്സ് അവരുടെ സമ്മതപത്രം വാങ്ങിക്കും. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ പേഷ്യൻസ് ചോദിക്കാറുമില്ല, ഡോക്ടേഴ്സ് പറയാറുമില്ല. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് ഹാർട്ട് സ്കാൻ. അതിന് യാതൊരു കോംപ്ലിക്കേഷൻ ഇല്ല, കുത്തിവയ്ക്കേണ്ട, പിന്നെ സമ്മതപത്രം വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ ECG പോലെ റോഡുകൾ കൊടുത്തിട്ട് ഹാർട്ടിൻ്റെ സ്കാൻ ചെയ്യും. അപ്പോൾ ഹാർട്ടിൻ്റെ സ്കാനിന് നമുക്കൊരു 10-20 ഫംഗ്ഷൻ അറിയാൻ സാധിക്കും. അതായത് ഹാർട്ടിൻ്റെ ബ്ലോക്ക് അറിയാം, പമ്പിങ് അറിയാം, ഓക്സിജൻ ലെവൽ അറിയാം, പിന്നെ വാൽവിൻ്റെ പ്രോബ്ലം അറിയാം. അങ്ങനെ ഒരു 10-20 ഫംഗ്ഷൻ നമുക്ക് ഹാർട്ടിൻ്റെ എല്ലാം അറിയാൻ പറ്റും. പിന്നെ അടുത്തത് നമുക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടു, ആവശ്യമുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. അതിന് പകരമുള്ളത് അത് ആൻജിയോഗ്രാമിനും ബൈപ്പാസ് സർജറിക്കും പകരമുള്ള 2 ട്രീറ്റ്മെൻറ്റാണ്. ഒന്ന് കിലേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ